നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം റിസാലത്ത് എന്നതാണ്. പ്രവാചകത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പഠനം ആവശ്യമുണ്ട്. എന്നാൽ അതിലെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സൂചന നൽകാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവലോകത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് റിസാലത്ത്. മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. അത് ഏതെങ്കിലും വ്യക്തികളുടെ പരിശ്രമത്തിൻ്റെ ഫലമായോ അതല്ലെങ്കിൽ മഹത്തായ സേവനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായോ ലഭ്യമാകുന്നതല്ല. മറിച്ച് അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റസുലൻ, അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു. വമിനൻ നാസ്, മനുഷ്യരിൽ നിന്നും ദൂതന്മാരെ അത് തിരഞ്ഞെടുക്കുന്നു. ആരെയാണ് ദൈവദൂതനാക്കേണ്ടത്? അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത്ത്. റിസാലത്ത് ആർക്ക് നൽകണം എന്നത് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ അല്ലാഹയാണ്. അതുകൊണ്ട് അല്ലാഹു അതിനേറ്റവും കൊള്ളാവുന്ന മാതൃകായോഗ്യനായ വ്യക്തിയെ, പ്രവാചകത്വം എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ മതിയായ വ്യക്തിയെ തിരഞ്ഞെടുക്കുകയും ആ പ്രവാചകന്മാർക്ക് അല്ലാഹു വഹ്യ് നൽകുകയും ചെയ്യുന്നു. ഈ വഹ്യ് എന്ന ദിവ്യബോധനം പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകുന്നത് 3 രീതി അതിന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഒരു മലക്കിനെ ദൂതനെ നിയോഗിക്കുകയും ആ ദൂതൻ മുഖേന പ്രവാചകന്മാർക്ക് ദൈവീകമായ സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഒന്ന്. മറ്റൊന്ന്, പ്രവാചകന്മാർക്ക് അല്ലാഹു സ്വപ്നത്തിലൂടെ സന്ദേശങ്ങൾ നൽകിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. മൂന്നാമത്തെ രൂപം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സംസാരിച്ചല്ലോ. അള്ളാഹുവിനെ കാണാതെ അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ആ 3 രൂപങ്ങളിലായി അള്ളാഹുവിൽ നിന്ന് വഹ്യ് അള്ളാഹ് തിരഞ്ഞെടുത്ത പ്രവാചകന് നൽകുകയും അദ്ദേഹത്തിലൂടെ ലോകത്തിന് ആ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് പ്രവാചകന്മാർ. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരെയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവരിൽ ആരെയെങ്കിലും സ്വീകരിക്കുകയും മറ്റാരെയെങ്കിലും തിരസ്കരിക്കുകയും ചെയ്താൽ അവൻ യഥാർത്ഥ സത്യവിശ്വാസി ആവുകയും ഇല്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യവാസമുള്ള എല്ലാ പ്രദേശങ്ങളിലും അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. എവിടെയൊക്കെ ഒരു ഉമ്മത്തൊരു സമുദായം ഈ ഭൂലോകത്തുണ്ടായിരുന്നുവോ ജനപദങ്ങൾ ഉള്ളയിടത്തെല്ലാം അള്ളാഹുവിൻ്റെ ദൂതന്മാരും വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സർവ മനുഷ്യ സമൂഹങ്ങളിലേക്കും കാലങ്ങളിലായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുകയും അവരിലൂടെ സമൂഹത്തിന് മാർഗദർശനം നൽകുകയും ചെയ്തു. ഈ പ്രവാചകന്മാരെല്ലാം മനുഷ്യരായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് പരിചയമുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തുണ്ട്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എന്താണ് പ്രഖ്യാപിക്കപ്പെടേണ്ട വിഷയം? ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഇന്നയും ഇന്നമയും തമ്മിലുള്ള വ്യത്യാസം അറബി കോളേജുകളിൽ ഗ്രാമർ പഠിക്കുന്ന ആളുകൾക്കറിയാം. ഇന്നമാ തീർച്ചയായും, മാത്രം എന്ന ഒരാശയമുണ്ട്. ഹസ്റുണ്ട് ഇന്നമക്ക്. ഇന്നമാ അന ബശറും മിസ്ലുക്കും, തീർച്ചയായും ഞാൻ മനുഷ്യൻ മാത്രമാണ്, മലക്കല്ല, ഇലാഹല്ല, ദിവ്യത്വപരമായ ഒരു സവിശേഷതകളും എനിക്കില്ല, മറിച്ച് ബഷറാണ്, മനുഷ്യനാണ്. ആ ബഷറുൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചില്ല. അതിൻ്റെ കൂടെ മിസ്ലുക്കും, നിങ്ങളെപ്പോലെ ഉള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. എന്താണ് ഈ പോലെ എന്ന് പറയുന്നത്? എന്നാൽ പ്രവാചകന്മാരും മറ്റു മനുഷ്യരും തമ്മിൽ വ്യതിരിക്തമാകുന്നത് എവിടെയാണ്? യൂഹാ ഇലയ്യ, വഹിയാണ്
വ്യത്യാസമുള്ളത്. അള്ളാഹുവിൻ്റെ വഹി അവർക്ക് ലഭിക്കുന്നു. ആ വഹിയിൻ്റെ അനുബന്ധങ്ങളായി വരുന്ന സവിശേഷതകൾ അവർക്കുണ്ട്. ബാക്കി മാനുഷികമായ കാര്യങ്ങളിൽ പ്രവാചകന്മാർ മനുഷ്യരാണ്. ഉറക്കം, ഭക്ഷണം, അതുപോലുള്ള ആവശ്യങ്ങളെല്ലാം പ്രവാചകന്മാർക്കുമുണ്ട്. അവർക്കും മാനുഷികമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമുണ്ട്. മനുഷ്യർ പ്രയാസപ്പെടുന്നത് പോലെ പ്രയാസങ്ങളും ക്ലേശങ്ങളും പ്രവാചകന്മാർ അനുഭവിച്ചിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകളും മറ്റുമൊക്കെ ചോദിച്ചിരുന്നത് മനുഷ്യനാണോ ഒരു പ്രവാചകനായി വരിക എന്നായിരുന്നു. മാലിഹാദർ റസൂൽ, ഇതെന്തൊരു പ്രവാചകനാണ്, ഭക്ഷണം കഴിക്കുന്നു, യംശീഫിൽ അസ്വാക്ക്, മാർക്കറ്റുകളിൽ പോകുന്നു, കച്ചവടം ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രവാചകനാകുമോ എന്ന ചോദ്യമായിരുന്നു ആളുകൾക്കുണ്ടായിരുന്നത്. ഖുർആൻ തിരുത്തി പഠിപ്പിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. മിഥിലുക്കും, നിങ്ങളെപ്പോലെ ഉള്ള മനുഷ്യൻ തന്നെയാണ് പ്രവാചകൻ. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്ക് മനുഷ്യരായി നിങ്ങളെപ്പോലെ ജീവിത കാര്യങ്ങളിലെ ആവശ്യങ്ങളുണ്ട്. ഭക്ഷണവും വസ്ത്രവും പാനീയങ്ങളുമുണ്ട്. അവർക്കും കുടുംബജീവിതമുണ്ട്. അവരും പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് നബിമാരുടെ ചരിത്രം നമുക്കറിയാം. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കടന്ന മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കാലത്ത് വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചയാളാണ്. മദീന ജീവിതത്തിലും പീഡനങ്ങൾ തുടക്കത്തിലൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പ്രവാചകന്മാരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു പ്രവാചകനായിരുന്നല്ലോ. റബ്ബി അന്നി മസ്സനി അദ്ദുർ, നാഥ രോഗം ബാധിച്ച് ഞാൻ വല്ലാത്ത വിഷമാവസ്ഥയിലായിരിക്കുന്നു എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ച ഒരു നബിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അപ്പോൾ പ്രവാചകന്മാർ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ള ആളുകളാണ്. എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഏറ്റവും പരീക്ഷണത്തിന് ഇരയാകുന്നത് പ്രവാചകന്മാരാണ്, അത് കഴിഞ്ഞിട്ടുള്ളവരാണ് മറ്റുള്ളവരെന്നാണ്. ആ നിലക്ക് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് പ്രവാചകന്മാരൊക്കെ. അവര് ഉപജീവനത്തിന് ജോലി ചെയ്തിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് ആട് മേച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. നിരവധി പ്രവാചകന്മാരെ ചരിത്രത്തിലും അതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏതൊരു നബിയാണ് ആട് മേക്കാത്തവരായിട്ടുള്ളത് എന്നാണ്. കച്ചവടം ചെയ്തിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹിസ്സലാം ആയിരുന്നു കപ്പൽ നിർമ്മിച്ചിരുന്നത്. നജ്ജാർ ആയിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ പ്രവാചകന്മാരൊക്കെ വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്തും അധ്വാനിച്ചുമൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം തൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ചിട്ടായിരുന്നു അദ്ദേഹം ജീവിതം നയിച്ചിരുന്നത്. ഇത് ഞാൻ പറഞ്ഞത് പ്രവാചകന്മാർ ആരാണ്? മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മാനുഷികമായ ഗുണങ്ങളുള്ള മനുഷ്യർക്ക് മാതൃകയുള്ളവരാണ് പ്രവാചകന്മാർ. ഇവിടെ മലക്കുകളല്ല ഈ ജീവിക്കുന്നത്, മനുഷ്യരാണ് ജീവിക്കുന്നത്. മനുഷ്യർക്ക് മാതൃക ലഭിക്കുവാൻ മനുഷ്യനായി ജീവിക്കുന്നൊരു പ്രവാചകനായിരിക്കണം. മനുഷ്യൻ്റെതായ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകണം. ആ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് സമുദായത്തിന് മനസ്സിലാക്കുവാൻ ആ പ്രവാചകന്മാരുടെ ജീവിതം മാതൃകയാവണം. അതുകൊണ്ട് മാനവലോകത്തിന് മാതൃകയായി നിയുക്തരായ പ്രവാചകന്മാർ മാനുഷികമായ ഗുണങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നു. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമരായ ദാസന്മാർ അവരാണ് പ്രവാചകന്മാർ. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അള്ളാഹുവിൻ്റെ അബ്ദാണ്. ഉബൂദിയ്യത്തിൽ അതിൻ്റെ പരിപൂർണത പ്രാപിച്ചവരാണ് പ്രവാചകന്മാർ. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തമദാസനാകുവാൻ എങ്ങനെയാണോ ആവേണ്ടിയിരുന്നത്, എന്ത് ഗുണങ്ങളാണോ സംശീകരിക്കപ്പെടേണ്ടിയിരുന്നത്, അതെല്ലാം അതിൻ്റെ പരിപൂർണ രൂപത്തിൽ ഉള്ള വ്യക്തിയാണ് ഓരോ പ്രവാചകന്മാർ. സ്വഭാവ ഗുണത്തിലും പരിപൂർണമായ മഹനീയമായ മാതൃകയാണ് പ്രവാചകന്മാർക്കുള്ളത്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ ഖുർആൻ പ്രഖ്യാപിച്ചു, ഏറ്റവും ഉദാത്ത സ്വഭാവ സംസ്കാരമുള്ളവരാണ് താങ്കളെന്ന്. ഇങ്ങനെ സ്വഭാവ ഗുണങ്ങളിലും ജീവിതത്തിൻ്റെ മാതൃകകളിലുമെല്ലാം ഏതൊരു വ്യക്തിക്കും ആവശ്യമായ എല്ലാ മാതൃകകളും സമർപ്പിക്കുവാൻ മതിയായ ഒരു ജീവിത രീതിയും സമീപനങ്ങളും ഉള്ളവരാണ് ഓരോ പ്രവാചകന്മാരും. ആ നിലക്ക് എക്കാലത്തുമുള്ള മനുഷ്യർക്ക് മാതൃക സമർപ്പിക്കുവാൻ നിയുക്തരാണ് ഈ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ നബി ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരവധി സവിശേഷതകൾ ഖുർആനിലും ധാരാളം ഹദീസുകളിലും പരാമർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളിൽ വളരെ പ്രധാനപ്പെട്ടത് അദ്ദേഹം സാർവജനീനനാണ്. മുമ്പുള്ള പ്രവാചകന്മാർ പ്രത്യേക പ്രദേശത്തിലേക്ക്, പ്രത്യേക സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തരായത് സർവ്വജനങ്ങളിലേക്കുമാണ്. എല്ലാ രാജ്യത്തെയും ജനവിഭാഗങ്ങളിലേക്ക് നിയുക്തനായ പ്രവാചകനായിരുന്നു അദ്ദേഹം. യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയ. മനുഷ്യരെ സർവരിലേക്കും നിയുക്തനായ പ്രവാചകനാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ കൽപ്പിച്ചത്. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കുമുള്ള റിസാലത്താണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അത് അറബികൾക്കുള്ള വേദഗ്രന്ഥമല്ല. പ്രവാചകൻ അറബ് ദേശത്തെ ജനങ്ങൾക്ക് മാത്രമുള്ള വ്യക്തിയുമല്ല, വേദമില്ലാത്ത മുശ്രിക്കുകൾക്ക് മാത്രമുള്ളയാളല്ല, മറിച്ച് വേദമുള്ളവർക്കും അല്ലാത്തവർക്കുമുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. യാ അഹ്ലൽ കിതാബി, വേദക്കാരെ, അല്ലാഹുവിൻ്റെ ദീനിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിച്ചത് വേദക്കാരെയും കൂടിയാണ്. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത്. പ്രവാചകന്റെ നിയോഗം സർവ്വജനങ്ങളിലേക്കുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേദക്കാരും ആ പ്രവാചകന്റെ സന്ദേശം സ്വീകരിച്ചവരിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസികളിൽ ബിലാലുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഏത് രാജ്യക്കാരനാണ്, ഏത് വംശത്തിൽപ്പെട്ടവനാണ്? ഹബശിയാണ്. ആഫ്രിക്കൻ നീഗ്രോ വർഗത്തിൽ നിന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. സൽമാൻ റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്. സുഹൈബ് റൂമിയാണ്. അബ്ദുല്ലാഹി ബിൻ സലാം മദീനയിലെ യഹൂദ മുഖ്യ പുരോഹിതനാണ്, ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തി. നജ്ജാഷി രാജാവ്, അബ്സീനിയയിലെ രാജാവായിരുന്ന നജ്ജാഷി, അദ്ദേഹം ക്രൈസ്തവനാണ്. ഇങ്ങനെ വിവിധ മതങ്ങളിലും വേദങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന വ്യത്യസ്ത നാട്ടുകാരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റിസാലത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സമൂഹത്തിന് ലഭ്യമായത്. ഹുദൈബിയ സന്ധിയുടെ സമാധാന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിസരത്തുള്ള രാജാക്കന്മാരെയെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചു. അത് റോമൻ ചക്രവർത്തിക്കുണ്ട്, ഈജിപ്തിലെ വൈസ്രോയരായിരുന്ന മുക്കൗക്കിസിനുണ്ട്, മറുഭാഗത്ത് പേർഷ്യൻ ചക്രവർത്തിക്കുമുണ്ട്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും ആ രാജ്യനിവാസികളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ ദൂതന്മാർ മുഖേന നൽകി. അതെല്ലാം വ്യക്തമാക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷാ പരിധിയിലുള്ളവർക്കോ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്കുള്ളിലുള്ളവർക്കോ നിയോഗിക്കപ്പെട്ട വ്യക്തിയല്ല, മറിച്ച് വ്യത്യസ്ത ഭാഷകളും വിവിധങ്ങളായ മതങ്ങളും വിശ്വാസങ്ങളും എല്ലാം പുലർത്തുന്ന എല്ലാ സമൂഹങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് പ്രവാചകൻ. അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടായ ശേഷം ഏതൊരു വ്യക്തിയും ആ പ്രവാചകന്റെ സന്ദേശം അറിയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വിശ്വസിക്കൽ അനിവാര്യമാണ്. ലൗ കാന മൂസ ഹയ്യൻ മാ വസാഹു ഇല്ലത്തിബായി.
മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ മാർഗമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസാന കാലത്ത് ലോകാന്ത്യത്തോടനുബന്ധിച്ച് ദജ്ജാൽ വരും. ആ സമയത്ത് വരുന്ന പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം വരുന്നത് ഇഞ്ചീലിൻ്റെ പ്രബോധകനായിട്ടല്ല, ഖുർആനിൻ്റെയും പ്രവാചകന്റെ മാർഗവും പ്രചരിപ്പിക്കുകയും ക്ഷണിക്കുകയും അതനുസരിച്ചുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്ന വ്യക്തിയുമായിട്ടാണ് വരുന്നത്. ഈ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. മാത്രമല്ല, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് എന്ന് കുറങ്ങുന്ന ഖുർആനിൻ്റെ വചനം കാണാം. അത് സൂചിപ്പിക്കുന്നത് മനുഷ്യരെ പോലെ ജിന്നുവർഗത്തിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തുണ്ട് എന്നാണ്. ജിന്നുവർഗം ഖുർആൻ കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തത് സൂറത്തുൽ ജിന്നിലും മറ്റും പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ആ നിലക്ക് മാനവ സമൂഹത്തിന്റെ പുറമെ ജിന്നിന്റെ ലോകത്തേക്ക് കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം വിപുലമാണ് എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ സവിശേഷത, പ്രവാചകൻ ഖാത്തമുൻ നബിയീൻ, അന്തിമ പ്രവാചകനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രഖ്യാപിച്ചു, അന ഖാത്തമുൻ നബിയീൻ ലാ നബിയ ബഅദി, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനും വരാനില്ല. ആ റസൂല് ചരിത്രത്തിൻ്റെ തെളിഞ്ഞ താളുകളിലാണ് ജീവിച്ചിട്ടുള്ളത്. ആരുടെ മുമ്പിലും ചരിത്ര പുരുഷനാണ് ഞങ്ങളുടെ നബി എന്ന് നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ കഴിയും. അവിടുന്ന് ജീവിച്ചത് ശൈശവകാലം, കൗമാരം, യുവത്വം, പ്രവാചകത്വകാലം, മക്കാഘട്ടം, മദീനാഘട്ടം, എവിടെയൊക്കെ സഞ്ചരിച്ചു, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു, വീട്ടിലും പള്ളിയിലും സമൂഹത്തിലുമൊക്കെ എങ്ങനെ ജീവിച്ചു, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആ പ്രവാചകൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സവിശേഷതയാണ് ഏറ്റവും ആധുനിക ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് പറയാവുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയുണ്ട്, താരീഖുണ്ട്, ഹദീസുകളുണ്ട്. ഖുർആനിൻ്റെ പുറമെ ഇതിലെല്ലാം അവിടുത്തെ വിശാലമായ ജീവിത ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. സമഗ്രമായ ഒരു ജീവിതമായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും ആരാധനാ കർമ്മങ്ങൾ മാത്രം നിർവഹിക്കുന്ന, പടച്ചവനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സന്ദേശമല്ല അല്ലാഹു റസൂൽ നൽകിയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എത്തുന്ന, ഏത് തലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾക്കും മാതൃകയുള്ള അധ്യാപകനുണ്ട്, കർഷകനുണ്ട്, കച്ചവടക്കാരനുണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്. അങ്ങനെ ഏത് തലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും ആ പ്രവാചകന്റെ സന്ദേശമുണ്ട്, അവിടുത്തെ മാതൃകകളുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സമഗ്രമായ ചരിത്രവും അതിനേക്കാൾ വിപുലമായ കർമ്മജീവിതവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ പ്രവാചകനെന്ന് നമ്മൾ കൃത്യമായും പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില മഹനീയമായ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളെ സംബന്ധിച്ച് നിരവധി ഹദീസുകളിലൂടെയും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പരലോകത്ത് പ്രവാചകൻ ഉണ്ടാകുന്ന സ്ഥാനങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അന സയ്യിദു വൽദി ആദം, ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. അത് അഭിമാനത്തിൻ്റെ പേരിൽ പറയുകയല്ല, അഹങ്കാരത്തിൻ്റെ പേരിൽ പറയുകയല്ല. മക്കാമം മഹ്മൂദ് എന്ന് പറയുന്ന അത്യുന്നതമായ പദവി ലോകത്തിൻ്റെ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ, മുഴുവൻ പ്രവാചകന്മാരുടെയും മുന്നിൽ പ്രകടിപ്പിക്കുന്ന ഒരു ഷഫാഅത്ത് പ്രവാചകന് നൽകപ്പെടുന്നുണ്ട്. വിചാരണക്ക് എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഷഫാഅത്ത് പരലോകത്ത് നടക്കുന്നുണ്ട്. അന അവ്വലു ഷാഫീൻ വ അവ്വലു മുശഫഅ, ആദ്യം ശുപാർശ ചെയ്യുന്ന വ്യക്തി ഞാനാണ്, ശുപാർശ സ്വീകരിക്കപ്പെടുന്നയാൾ ഞാനാണ് എന്നിങ്ങനെ തുടങ്ങി പരലോകത്തുള്ള പ്രവാചകന്റെ സവിശേഷതകളും ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒട്ടേറെ സവിശേഷതകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കപ്പെട്ടതുണ്ട്. ചിലതൊക്കെ
പ്രബലമായ ഹദീസുകളിൽ വന്നതാണ്, മറ്റ് ചിലത് ദുർബലമായ ഹദീസുകളിലുള്ളതാണ്, വേറെ ചിലത് തീർത്തും വ്യാജമായ റിപ്പോർട്ടുകളിലുള്ളതാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയാത്തതുമാണ്. ഇതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്നതുകൊണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞു എന്ന് മാത്രം. സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാർ മാനവലോകത്തിന് മഹനീയമായ മാതൃക സമർപ്പിക്കുകയും ഉത്കൃഷ്ടമായ ജീവിത സന്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത മഹാരഥന്മാരാണ്. ആ പദവി, പ്രവാചകന്മാരുടെ പദവി ലോകത്താർക്കും ലഭ്യമല്ല. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വരുന്നത് സുദ്ദീഖുകളും ശുഹദാക്കളും സാലിഹീങ്ങളും ഒക്കെയാണ്. ആ പ്രവാചകന്മാരിൽ തന്നെ അത്യുന്നതമായ പദവി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, ബാങ്കിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന. അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല. സ്വർഗത്തിലെ അത്യുന്നതമായൊരു പദവിയാണത്. ആ പദവി ഒരാൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അത് എനിക്കായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് റസൂലിന് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഈ നിലക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവിയും സ്ഥാനവും അലങ്കരിക്കുന്ന പ്രവാചകന്മാരിൽ തന്നെ ഏറ്റവും ഉന്നതനായ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നത്. ഈ നിലയിൽ പ്രവാചകന്മാരെ സംബന്ധിച്ചും നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ വിശദമായി പഠിക്കുക. വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകനിൽ ഏറ്റവും ഉദാത്ത മാതൃക നിങ്ങൾക്കുണ്ട്. അവിടുത്തെ സ്വഭാവത്തിൽ, ആരാധനയിൽ, ഇടപാടുകളിൽ, കുടുംബജീവിതത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, അവിടുന്ന് ചെയ്തിട്ടുള്ള സർവത്ര കാര്യങ്ങളിലും മുസ്ലിം ഉമ്മത്തിന്, ലോക ജനതയ്ക്ക് ഏറ്റവും മഹത്തായ മാതൃകകളാണ് അവിടുന്ന് വിട്ടേച്ചു പോയിട്ടുള്ളത്. അതത്രയും കൃത്യമായി നോക്കുകയും വീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്ത് അടുത്ത തലമുറക്ക് ആ പ്രവാചകന്റെ ജീവിതം കൈമാറുകയായിരുന്നു തൻ്റെ ശിക്ഷണത്തിൽ വളർന്ന സ്വഹാബത്ത് ചെയ്തത്. അടുത്ത തലമുറ അതത്രയും രേഖപ്പെടുത്തി വെച്ച് ഇന്ന് ചരിത്രത്താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ആ മഹനീയമായ ചരിത്രം നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിലെ മഹാരഥന്മാരായ 100 ആളുകളെ സംബന്ധിച്ച് മിഖായേൽ എച്ച് ഹാർട്ട് പഠനം നടത്തി. അദ്ദേഹം ക്രിസ്തുമത വിശ്വാസിയായിരിക്കെ തന്നെ തൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്ഥാനം നൽകുന്നതിനേക്കാൾ ആ ഗ്രന്ഥത്തിൽ പ്രഥമ സ്ഥാനം നൽകിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. 100-ൽ 1-ാമത്തെ വ്യക്തി അദ്ദേഹമാണ്. എന്തുകൊണ്ടാണ് ആ സ്ഥാനം നൽകിയത്? അദ്ദേഹം അതിൻ്റെ കാരണം സൂചിപ്പിച്ചത് ചരിത്ര പുരുഷനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, മറിച്ച് ആ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ജനപദത്തെ സൃഷ്ടിക്കുകയും കൂടി ചെയ്തിരുന്നു എന്നാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ കാര്യമാണ് സൂചിപ്പിച്ചത്. ആ പ്രവാചകന്റെ ചരിത്രം നമ്മളും വിശദമായും കൃത്യമായും സൂക്ഷ്മമായും പഠിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ എന്തുമാത്രം മഹനീയ മാതൃകകളാണ് നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത്, പകർത്താനുള്ളതെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ആ ജീവിതം പഠിച്ച് ഗ്രന്ഥങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ പഠിതാക്കളായ നമ്മൾ എത്രത്തോളം അതറിയുവാൻ വേണ്ടി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. ആ റസൂലുകളുടെ, പ്രവാചകന്മാരുടെ, പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ഉത്തമ വിശ്വാസികളും അനുചരന്മാരുമായി തീരുവാൻ റബ്ബ് നമ്മയെല്ലാം സഹായിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം.